ഹലോ, ഇന്ന് നമുക്കൊരു പൂരി ഉണ്ടാക്കിയാലോ? വെറും പൂരിയല്ല കേട്ടോ, ഇത് മസാല പൂരിയാണ്. ഭയങ്കര ടേസ്റ്റി ആയിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റും. അതോടൊപ്പം ഒരു ഗ്രീൻ പീസ് കറി, അതും വെറൈറ്റി ആയിട്ട് തയ്യാറാക്കാം, വളരെ ടേസ്റ്റി ആയിട്ട്. എന്നുവെച്ചാൽ പൂരി എല്ലാവർക്കും വളരെ ഇഷ്ടം തന്നെ, കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും. നമ്മൾ സ്ഥിരം എണ്ണ ആയതുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കാറില്ല എന്നേ ഉള്ളൂ. സ്ഥിരം ചെയ്യാത്തത് കൊണ്ട് നമുക്കിത് എങ്ങനെ ചെയ്യുന്നതെന്നൊന്ന് നോക്കിയാലോ? അതിലേക്കായി ഞാൻ ചെയ്തത് ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് അര ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിച്ചത്. ഈ ഒരു ഗ്ലാസ്സിന് തന്നെ അളക്കുക, അതാണ് നല്ലത്. അതിലേക്ക് പിന്നെ ചേർക്കേണ്ടത് ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ ഞാൻ ചേർത്തത് മുളക് പൊടിയാണ്. ഇത് പൂരി ആയതുകൊണ്ട് ഒരുപാടധികം എരിവ് വേണ്ട. ഞാനതുകൊണ്ട് അര സ്പൂൺ മുളക് പൊടിയാണ് ചേർത്തത്. ഇത് 2 പ്രാവശ്യം ചേർത്തത് മുളക് പൊടിയാണ്. പിന്നെ അതിലേക്ക് ഉപ്പ് ചേർക്കുക, ഒരല്പം കായപ്പൊടി ചേർക്കുക, പിന്നെ ഒരു അര സ്പൂൺ ഗരം മസാലപ്പൊടി ചേർക്കുക. ഇത് ഇത്രയും കൂടി ചേർത്തിട്ട് ആ വെള്ളം ഒഴിച്ച് അതേ ഗ്ലാസ്സിൽ ഓരോ ഗ്ലാസ് ഗോതമ്പ് മാവ് കൂടെ ചേർക്കുക. പിന്നെ അതിലേക്ക് 1 സ്പൂൺ റവ, അതും കൂടെ ചേർക്കുമ്പം പൂരി നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. ചേർത്തിട്ട് മിക്സിയിലൊന്ന് കറക്കിയെടുക്കുക. അതായത് ഈ രൂപത്തിൽ നമുക്ക് കറക്കി കിട്ടും. അതിനെ കംപ്ലീറ്റ് മിക്സിയിൽ നിന്നെടുത്ത് നമ്മൾ മറ്റൊരു ബൗളിലേക്ക് മാറ്റി കൈകൊണ്ട് നന്നായിട്ട് യോജിപ്പിക്കുക. ഇതിലിനി മാവിൻ്റെ ആവശ്യമോ വെള്ളത്തിൻ്റെ ആവശ്യമോ വരില്ല, ഇത് കറക്റ്റായിരിക്കും. നന്നായിട്ട് യോജിപ്പിച്ച് മാവ് നേടി നമ്മൾ അവസാനം ഒരു സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് കയ്യിൽ ചേർത്ത് നന്നായിട്ട് ഞൊടി മാവങ്ങ് നമുക്ക് ഉരുട്ടി ഒരല്പസമയത്തേക്ക് മാറ്റി വെച്ചേക്കാം. എണ്ണ തേക്കുമ്പോൾ അതൊന്ന് സോഫ്റ്റ് മേൽഭാഗം ഇങ്ങനെ ഡ്രൈ ആവത്തില്ല. അതിനാണ് എണ്ണയും കൂടെ തേച്ചിട്ട് നമ്മൾ വെക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ചപ്പാത്തി ഉണ്ടാക്കുന്നതല്ലേ, അതങ്ങോട്ട് ഇരിക്കട്ടെ. ആ സമയത്ത് നമുക്കൊരു വേറൊരു പാൻ അടുപ്പിലേക്ക് വയ്ക്കാം. വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിക്കുക. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് കടുകിടുക. കടുക് ഇട്ട് മുളകും കറിവേപ്പിലയും കൂടെ മൂപ്പിച്ചെടുക്കണം. കറിവേപ്പിലയും കൂടെ മൂപ്പിച്ചെടുത്ത് അതിലേക്ക് അല്പം ഇഞ്ചി വെളുത്തുള്ളി ചതച്ച പേസ്റ്റ് കൂടെ ചേർക്കുക. പിന്നെ എരിവിലേക്ക് ആവശ്യമായിട്ട് പച്ചമുളക് ചതച്ചതുകൂടെ ചേർത്ത് കൊടുക്കണം. അതും കൂടെ ചേർത്ത് നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം ഒരു 2 സവാള അരിഞ്ഞത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അത് ചേർത്ത് അല്പം ഉപ്പും കൂടെ ചേർത്ത് സവാളയൊന്ന് വഴറ്റിയെടുക്കണം. സവാള നന്നായിട്ട് വഴറ്റി വരട്ടെ. ഇതിൽ തക്കാളിയുടെ ആവശ്യമില്ല, ഗ്രീൻ പീസ് ആയതുകൊണ്ട് ഞാൻ തക്കാളി ചേർക്കാറില്ല. ചില സമയത്ത് ചേർക്കാറുണ്ട്. ഇന്നിപ്പം പൂരിക്ക് ഞാൻ തക്കാളി ചേർക്കുന്നില്ല, കാരണം പുളിയുടെ ആവശ്യമില്ലാത്തതുകൊണ്ടാണ്. ഉള്ളി നന്നായിട്ട് വഴറ്റി റെഡിയായി വരുമ്പോൾ മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുക. അതോടൊപ്പം അല്പം ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് മസാലയുടെ പച്ചമണം മാറ്റിയെടുക്കുക. നന്നായിട്ട് പച്ചമണം മാറി വരുമ്പോഴത്തേക്കും നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ചേക്കുന്ന ഗ്രീൻ പീസ്, അതിന് മുമ്പേ നമ്മൾ ഗ്രീൻ പീസ് വേവിച്ച് വെക്കണം. അത് വേവിച്ച് വെക്കുന്നത് ഞാൻ കാണിക്കാം, നമുക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ എടുത്തില്ല എന്നേ ഉള്ളൂ. ആ ഗ്രീൻ പീസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതും കൂടെ ചേർത്ത് കൊടുത്ത് കുക്കറിൽ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് അതും കൂടെ ചേർത്ത് നമ്മുടെ ഗ്രേവി കറക്റ്റാക്കുക. ആക്കി നന്നായിട്ട് തിളപ്പിക്കാനായിട്ട് വെക്കുക. അത് എന്തായാലും ഗ്രീൻ പീസ് വെന്തതാണ്. ആ മസാല അത് വന്നിട്ട് ഒന്ന് മിക്സായി വന്നാൽ മാത്രം മതി. അതിന് ഒരു 2 മിനിറ്റ് അടച്ചു വെച്ചിട്ട് ഒരല്പം തേങ്ങ അരച്ചതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്ത് മിക്സിയിൽ കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് അതിൻ്റെ ഗ്രേവി കറക്റ്റാക്കിയിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കിയെടുത്ത് ഒന്ന് തിളച്ച് വരണം. തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാം. മല്ലിയിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുത്താൽ നമുക്കിവിടെ ഗ്രീൻ പീസ് കറി റെഡിയാകും. ഇവിടെ നല്ല ടേസ്റ്റുള്ള ഗ്രീൻ പീസ് കറി റെഡിയായി. നമുക്ക് നോക്കൂ, തിള വന്ന് നമുക്കിത് നന്നായിട്ട് ഇളക്കിയിട്ട് അങ്ങ് ഓഫാക്കി വയ്ക്കാം. ഇനി നമുക്ക് പൂരി ഉണ്ടാക്കാൻ തുടങ്ങാം. കറി റെഡിയായി വന്നപ്പോഴത്തേക്കും പൂരിയുടെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കത് ഉരുളകളാക്കി എടുക്കാം. ഞാൻ കുഞ്ഞുരുളകളാണ് എടുത്തത്, അതായത് കുഞ്ഞു പൂരിയാണ് ഉണ്ടാക്കുന്നത്. ഇതേ വലുപ്പത്തിൽ ഞാൻ പൂരിക്ക് ഉരുട്ടിയെടുത്തു. എന്നിട്ട് ഞാൻ സാധാരണ ചപ്പാത്തി ആയാലും പൂരിക്കായാലും ഇതുപോലെ വാഴയില എടുത്തിട്ട് ഒരല്പം എണ്ണ തേച്ചിട്ട് മേലെ ഒരു വാഴയില വെച്ചിട്ട് ഒരു പാത്രം വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്യുകയാണ് ചെയ്യാറ്. അതാകുമ്പോൾ ഈസി ആയിട്ട് നമുക്ക് പരത്തിയെടുക്കാൻ പറ്റും. ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് അതൊന്ന് റൗണ്ടായി കിട്ടിയിരിക്കും. ഇങ്ങനെ ഒന്ന് കറക്കി കൊടുത്താൽ മാത്രം മതി. ഞാൻ ഇങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കുന്ന വീഡിയോ നേരത്തെയും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നോക്കുക, എനിക്ക് ഇത്ര വലുപ്പത്തിലുള്ള പൂരിയാണ്, അത് കറക്റ്റായിട്ടുണ്ട്. പിന്നെ അല്ലെങ്കിൽ നമുക്ക് കവറിൽ വെച്ചിട്ട് വേണമെങ്കിൽ ഇതേപോലെ, ഇത് റേഷൻ കടയിൽ നിന്ന് ആട്ട കിട്ടിയ കവറാണ്, അതിൽ വെച്ചിട്ട് നമ്മൾ കവർ ഇങ്ങനെ തിരിച്ച് മടക്കിയിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താലും മതി. അപ്പോഴേക്കും നല്ല കറക്റ്റ് അളവിൽ നമുക്ക് കിട്ടും. അതെടുത്തിട്ട് എണ്ണ ചൂടാകുമ്പോൾ നമുക്കതിലേക്കിട്ട് സാധാരണ പൂരി ഉണ്ടാക്കുന്നത് പോലെ നമുക്ക് പൂരി ചുട്ടെടുത്താൽ മതി. ഇത് പൂരി നന്നായിട്ട് പപ്പടം പോലെ പൊങ്ങി വരും. ഇതുപോലെ തന്നെ പപ്പടം നമുക്ക് വറുത്തെടുക്കുന്നത് പോലെ ഈസിയായിട്ട് വറുത്തെടുക്കാം. പെട്ടെന്ന് റെഡിയാകും വരും.
നല്ല ക്രിസ്പി ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതാണ്. ചെറിയ പൂരി ചുടുമ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി. പൂരിയുടെ വലിപ്പം കൂടുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ എണ്ണ ഒഴിക്കേണ്ടി വരില്ലേ. അതുകൊണ്ടാണ് ഞാൻ കുഞ്ഞു പൂരിയായിട്ട് ഉണ്ടാക്കിയത്. അതുമാത്രമല്ല, ഇവിടെ എല്ലാവർക്കും ചെറിയ പൂരികൾ ഉണ്ടാക്കുന്നതാണ് ഇഷ്ടം. ഞാൻ പിന്നെ എല്ലാ പൂരി ഇതുപോലെ ഇങ്ങ് ചുട്ടെടുത്തിട്ട് ഗ്രീൻ പീസ് കറി നമുക്ക് തയ്യാറാക്കി വെക്കുമ്പോൾ ആദ്യമേ കുട്ടികൾ വരുമ്പോഴത്തേക്ക് പൂരി ചുട്ട ക്രമത്തിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. നമ്മൾ എന്നും പൂരി ഉണ്ടാക്കാറില്ലല്ലോ. വല്ലപ്പോഴും ഒക്കെ പൂരി ഉണ്ടാക്കുമ്പോൾ വീട്ടിലെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരിക്കും പൂരി കഴിക്കാനായിട്ട്. നോക്കൂ, എത്ര നന്നായിട്ട് നമുക്ക് പൂരി കിട്ടുമെന്നറിയാമോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇങ്ങനെ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഈ മസാലപ്പൂരി ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കണേ. ഷെയർ ചെയ്ത് കൊടുക്കണേ എല്ലാവർക്കും.